വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 ടൈപ്സ് ഓഫ് AI ഏജൻറ്റ്സ് ആണ്. ഇൻ്റലിജൻസ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, ഔട്ട്കംസ് ഇതനുസരിച്ചിട്ട് AI ഏജൻസിനെ 5 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, സിമ്പിൾ റിഫ്ലെക്സ് AI ഏജൻറ്റ്. ഇതൊരു സിമ്പിൾ ടൈപ്പ് ഓഫ് AI ഏജൻ്റ് ആണ്. ഇതിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന റൂൾസ് അനുസരിച്ചിട്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിൽ സെൻസർ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ഉണ്ട്. അത് എൻവയോൺമെൻറ്റിലുള്ള കറണ്ട് ഡേറ്റേനെയൊക്കെ കളക്ട് ചെയ്യുന്നു. ഈ ഒരു ഡേറ്റ കണ്ടീഷൻ ആക്ഷൻ റൂൾസ് എന്ന് പറയുന്ന കമ്പോണൻറ്റിലോട്ട് പാസ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച റൂൾസുമായിട്ട് ചെക്ക് ചെയ്യുന്നു. അതനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, മോഷൻ ലൈറ്റ്. ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള മോഷൻസ് സെൻസർ ചെയ്തിട്ട് അതനുസരിച്ച് ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നു. സെക്കൻഡ് വൺ, മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് AI ഏജൻറ്റ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ സിമ്പിൾ റിഫ്ലെക്സ് AI ഏജൻറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഇവിടെ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് ഒരു ഇൻറ്റേർണൽ മോഡൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ സ്റ്റേറ്റ് കമ്പോണൻറ്റ് ഓൾറെഡി ഉള്ള ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, റോബോട്ടിക് വാക്യൂം ക്ലീനർ. അത് ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റൂമിൽ ക്ലീൻ ചെയ്തിട്ട് പിന്നീട് അവർ ആ ഒരു റൂമിലോട്ട് മൂവ് ചെയ്യില്ല. ഇനി നമുക്ക് തേർഡ് ടൈപ്പ് നോക്കാം, ഗോൾ ബേസ്ഡ് AI ഏജൻറ്റ്. ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത് ബേസ്ഡ് ഓൺ ഗോൾസ്, അതായത് കറണ്ട് ഡേറ്റ എടുത്തിട്ട് അതനുസരിച്ചുള്ള ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ആക്ഷൻസ് എടുക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ടേക്ക് കമ്പോണൻറ്റ് കറണ്ട് ഡേറ്റ എടുത്തിട്ട് അതനുസരിച്ചിട്ടുള്ള ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫ്യൂച്ചർ വെച്ചിട്ടുള്ള ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, സെൽഫ് ഡ്രൈവിംഗ് കാർ. അതായത് ഒരു X ലൊക്കേഷനിൽ നിന്നും Y ലൊക്കേഷനിലോട്ട് ആ കാർ മൂവ് ചെയ്യണമെങ്കിൽ X ലൊക്കേഷനിലുള്ള കറണ്ട് ഡേറ്റ എടുത്തിട്ട് Yലോട്ടുള്ള പാത്ത് ഫൈൻഡ് ചെയ്യുന്നു. ഇനി ഫോർത്ത് വൺ, യൂട്ടിലിറ്റി ബേസ്ഡ് AI ഏജൻറ്റ്. ഇവിടെ ഒരു ഗോളിനുപരി ബെസ്റ്റ് വേർഷൻ ഓഫ് ഔട്ട്കം പ്രൊവൈഡ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഡിസിഷൻസിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ചൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, സെൽഫ് കാർ തന്നെ Xൽ നിന്നും Yലോട്ട് മൂവ് ചെയ്യുമ്പം അതിന് പല റൂട്ട് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ടായിരിക്കും ഫൈൻഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ, ലേണിംഗ് AI ഏജൻറ്റ്. ഇവിടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ലേൺ ചെയ്താണ് ഏജൻറ്റ് പെർഫോം ചെയ്യുന്നത്. ഇത് നിലവിലുള്ള AI ഏജൻസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ ക്രിറ്റിക് എന്ന് പറയുന്ന കമ്പോണൻറ്റ് പ്രീവിയസ് ആക്ഷൻസ് കറക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ലേണിംഗ് എലമെൻ്റ് എന്ന് പറയുന്ന മറ്റൊരു കമ്പോണൻറ്റിലോട്ട് പാസ് ചെയ്യുന്നു. ഇത് ലേണിംഗ് എലമെൻ്റ് അനലൈസ് ചെയ്തിട്ട് പ്രോബ്ലം ജനറേറ്റർ എന്ന് പറയുന്ന മറ്റൊരു കമ്പോണൻറ്റ് ഇതിനു പറ്റിയ ആക്ഷൻസ് സജസ്റ്റ് ചെയ്യുന്നു. ഇതിൽ നിന്നും ബെസ്റ്റ് ആക്ഷൻസ് പെർഫോമൻസ് എലമെൻ്റ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നെറ്റ്ഫ്ലിക്സ്. നമുക്ക് ആദ്യം സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കത്തില്ല പിന്നീട് അവർ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് പുതിയ വീഡിയോസ് അവർ സജസ്റ്റ് ചെയ്തു തരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 5 ടൈപ്സ് ഓഫ് AI ഏജൻ്റ് ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.